പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന 6ാം അധ്യായത്തിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എഫക്റ്റ് ദ ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ എങ്ങനെ തിരുത്താം ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ് അസ്യൂമിംഗ് ദാറ്റ് എ സസ്പെൻസ് അക്കൗണ്ട് വാസ് ഓപ്പൺഡ്. അസർട്ടൈൻ ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ചില എറേഴ്സുകളാണ്. അപ്പോൾ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് തയ്യാറാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഉള്ള ഡിഫറൻസ് എത്രയാണ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ സസ്പെൻസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് വരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ആദ്യം എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? എല്ലാ എറേഴ്സും റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് എറേഴ്സ് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഈക്വൽ ആയിട്ട് വരും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സസ്പെൻസ് ട്രയൽ ബാലൻസ് ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് എത്രയാണ് ഡിഫറൻസ് എന്നത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം വരുന്നത് ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹7,000 were posted to Karan as ₹5,000. ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ. അപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി വരുമോ? ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ഞാൻ ഏതൊക്കെ അക്കൗണ്ട് വരും? സെയിൽസ് അക്കൗണ്ടും മോഹൻ അക്കൗണ്ട് അല്ലേ? ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ? മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? മോഹൻ അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം അല്ലേ? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ അതിന് പകരം എവിടെ പോസ്റ്റ് ചെയ്തു? കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത്. എത്ര എമൗണ്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? 5,000 രൂപയാണ് പോസ്റ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 7,000 രൂപ പോസ്റ്റ് ചെയ്തതിന് പകരം കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5,000 രൂപ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 5,000 രൂപ പോസ്റ്റ് ചെയ്തത് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും? എമൗണ്ട് കൂടുതൽ കുറയോ? കൂടും അല്ലേ? ഇപ്പോൾ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ കൂടി വന്നാൽ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു 5,000 രൂപ അല്ലേ? ശരിക്കും ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 7,000 രൂപ പോസ്റ്റ്. അപ്പോൾ മോഹൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ മോഹൻ അക്കൗണ്ട് ഡെറ്റർ 7,000. ഇപ്പോൾ ഇവിടെ നോക്കുക, മോഹൻ അക്കൗണ്ട് ഡെറ്റർ 7,000 ടു കറണ്ട് അക്കൗണ്ട് 5,000 അല്ലേ? ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ 7,000, ക്രെഡിറ്റ് സൈഡിൽ 5,000 ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം അല്ല, ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം എന്താണ്? ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ അതായത് ഈച്ച് ഡെബിറ്റ് ഹാസ് ആൻ ഈക്വൽ ക്രെഡിറ്റ് ആണ്. എല്ലാ ഡെബിറ്റിനും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ക്രെഡിറ്റ് വേണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എത്ര എമൗണ്ട് കുറവുണ്ട്? 2,000 രൂപ കുറവാണ് അല്ലേ? 2,000. അപ്പോൾ ആ 2,000 നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻസിൻ്റെ എമൗണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? അതിനുവേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു, സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ടു സസ്പെൻസ് അക്കൗണ്ട് 2,000. അപ്പോൾ മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു കിരൺ അക്കൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ നരേഷൻ ചെയ്തത് ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ റോങ്ലി ഡെബിറ്റഡ് ടു കരൺ റെക്ടിഫൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു സസ്പെൻസ് അക്കൗണ്ട് വരയ്ക്കാം. സസ്പെൻസ് അക്കൗണ്ട്. ഇപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ചെയ്യാൻ വേണ്ടി നോക്കാം? മോഹൻ അക്കൗണ്ട് ഡെറ്റർ 7,000 ടു കറണ്ട് അക്കൗണ്ട് 5,000 ടു സസ്പെൻസ് അക്കൗണ്ട് 2,000. ഇപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ? ക്രെഡിറ്റ് ചെയ്തപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സസ്പെൻസ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? കേൾക്കുന്നില്ല? ഡെബിറ്റോ ക്രെഡിറ്റ്?
സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അല്ല, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എന്തായിരുന്നത്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാ ഇവിടെ? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് മോഹൻ അക്കൗണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മോഹൻ അക്കൗണ്ട് എഴുതണം. ഇനി എമൗണ്ട് എത്ര എഴുതുക? 7,000 എഴുതുമോ അല്ല 2,000 എഴുതുമോ? ഇപ്പോൾ നമ്മൾ നോക്കുക, സസ്പെൻസ് അക്കൗണ്ട് നേർക്ക് എത്ര എമൗണ്ട് ഉള്ളത്? 2,000. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എത്ര എഴുതാൻ പാടുള്ളൂ? 2,000 എഴുതാൻ പാടുള്ളൂ. ബാക്കി 5,000 ആരെ അക്കൗണ്ട് എഴുതണം? അവിടെ കറണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ, കറണ്ട് അക്കൗണ്ട് വെച്ചിട്ട് കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം 5,000 എഴുതണം. ക്ലിയർ ആണോ? അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് നേർക്ക് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്, സസ്പെൻസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തതുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് മോഹൻ എഴുതുന്നു. എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ട് നേർക്കുള്ള എമൗണ്ട് 2,000 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഇവിടെ ഇല്ല, ഡേറ്റിലാണ്, ഡേറ്റ് ഇപ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ഇപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സിൽ മോഹൻ അക്കൗണ്ട് എമൗണ്ട് 2,000. ഇനി അടുത്ത് നോക്കാം. ക്രെഡിറ്റ് പർച്ചേസസ് ഫ്രം Rohan 9,000 were posted to the debit of Gobind as rupees 10,000. Credit purchase from Rohan എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്താ വരുമോ? ഏതൊക്കെ അക്കൗണ്ട് വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹൻ അക്കൗണ്ട് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹൻ അക്കൗണ്ട്. ഇപ്പോൾ രോഹൻ അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ അതിന് വേണ്ടി എവിടെ പോസ്റ്റ് ചെയ്തു? ടു ദ ഡെബിറ്റ് ഓഫ് ഗോവിന്ദ്. ഗോവിന്ദ് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത്. രോഹന്റെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഗോവിന്ദിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഗോവിന്ദ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോവിന്ദിന്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂടെ കുറയോ? ഗോവിന്ദിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് എമൗണ്ട് എന്തായിരിക്കും? കൂടെ കുറയോ? കൂടും അല്ലേ? അപ്പോൾ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഗോവിന്ദ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റോ ക്രെഡിറ്റോ? ഡെബിറ്റ് സൈഡ് കൂടിയാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗോവിന്ദ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം ഗോവിന്ദ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി ശരിക്കും നമ്മൾ രോഹന്റെ അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? ഡെബിറ്റോ ക്രെഡിറ്റോ? നോക്കോ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രോഹൻ അല്ല, ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം രോഹൻ എന്നാ പറഞ്ഞത്. ക്രെഡിറ്റ് പർച്ചേസ് ഗുഡ്സ് ഫ്രം രോഹൻ എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹൻ അക്കൗണ്ട് അല്ലേ? ഇപ്പൊ രോഹൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം തെറ്റ് തിരിച്ചു. തെറ്റെന്താണ്? ഗോവിന്ദിനെ ഡെബിറ്റ് ചെയ്തു. ഗോവിന്ദിനെ ഡെബിറ്റ് ചെയ്ത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുമ്പോൾ ഗോവിന്ദിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ശരിക്കുള്ള എൻട്രി എന്താണ്? രോഹൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രോഹൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. രണ്ടാമത് ടു രോഹൻ അക്കൗണ്ട് 9,000. ഇപ്പോൾ ഡെബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റിൽ സസ്പെൻസ് അക്കൗണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ വേറെ അക്കൗണ്ട്, അതായത് ഇപ്പോൾ 2 അക്കൗണ്ട് ഒന്നാണ് ക്രെഡിറ്റ് ആണ് അല്ല, 2 അക്കൗണ്ടും ബാധിച്ചു. പക്ഷേ 2 അക്കൗണ്ട് ഒന്നാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പം ഡെബിറ്റിൽ നമുക്ക് എഴുതുന്ന അക്കൗണ്ട് ഏതാണ്? സസ്പെൻസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മളിവിടെ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 19,000 ടു രോഹൻ അക്കൗണ്ട് 9,000 ടു ഗോവിന്ദ് അക്കൗണ്ട് 10,000. അതിൻ്റെ നറേഷൻ ചെയ്തോ? ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം രോഹൻ റോങ്ലി ഡെബിറ്റഡ് ടു ഗോവിന്ദ് റെക്ടിഫൈഡ്. നമ്മൾ നോക്കുക ജേണൽ പേജ് ജേണൽ നോക്കുക. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ അല്ല, സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സസ്പെൻസ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ഡെബിറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്താ പോസ്റ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതൊക്കെയോ? ഇപ്പോൾ രോഹൻ അക്കൗണ്ട് ഉണ്ട്, ഗോവിന്ദ് അക്കൗണ്ട്. അപ്പോൾ രണ്ടും പോസ്റ്റ് ചെയ്യണം അല്ലേ? സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത് 2 അക്കൗണ്ടും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതൊക്കെയാണ്? അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതോ. നേരത്തെ നമ്മൾ വരച്ച സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആദ്യം രോഹൻ അക്കൗണ്ട് 9,000, രണ്ടാമത് ഗോവിന്ദ് അക്കൗണ്ട് 10,000. മൂന്നാമത്തെ ഐറ്റം നോക്കാം. തേർഡ് വൺ, ഗുഡ്സ് റിട്ടേൺഡ് ടു രാകേഷ് ₹4,000 were posted to the credit of നരേഷ് as ₹3,000. ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ടു രാകേഷ് എന്ന് പറഞ്ഞാൽ എന്ത് റിട്ടേൺസാ? പർച്ചേസ് റിട്ടേൺസ് ആണോ സെയിൽസ് റിട്ടേൺസ് ആണോ? ഗുഡ്സ് റിട്ടേൺഡ് ടു രാകേഷിന് തിരിച്ചു കൊടുത്തു. അപ്പോൾ രാകേഷിന് നമ്മൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
രാകേഷിന് നേരത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, പർച്ചേസ് ചെയ്തിരിക്കണം. ഇവിടെ വരുന്നത് എന്താണ്, പർച്ചേസ് റിട്ടേൺസ് ആണ്. റിട്ടേൺ ടു എന്ന് പറയുമ്പോൾ പർച്ചേസ്, റിട്ടേൺ ഫ്രം എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺസ്. ഇപ്പോൾ ഇവിടെ ഗുഡ്സ് റിട്ടേൺ ടു രാകേഷ്, രാകേഷിന് റിട്ടേൺ ചെയ്തു. ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ പർച്ചേസ് റിട്ടേൺസ് ആണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വരിക, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാകേഷ് അല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, പർച്ചേസ് റിട്ടേൺസ് ചെയ്യുമ്പോൾ രാകേഷ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. ഇപ്പോൾ റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺസ് വരുമ്പോൾ ചെയ്യാൻ വരുന്നത് രാകേഷ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രാകേഷിൻ്റെ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം, രാകേഷിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് രാകേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ടു ദ ക്രെഡിറ്റ് ഓഫ് നരേഷ് ആസ് ₹3000. ഇപ്പോൾ നരേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ശരിക്കും രാകേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് പകരം നരേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അത് രാകേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ₹4000 പോസ്റ്റ് ചെയ്തതിന് പകരം എന്ത് ചെയ്യുന്നു, നരേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ₹3000 പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത്, നരേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നരേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത്, നരേഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റോ ക്രെഡിറ്റോ, നരേഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ, നരേഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നരേഷ് അക്കൗണ്ട് ഡെറ്റർ 3000. പിന്നെ ശരിക്കും ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടാണ്, ശരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടത് രാകേഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ രാകേഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 4000. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യും, രണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തത് അല്ലേ. പിന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിനാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതായിരിക്കും, സസ്പെൻസ് അക്കൗണ്ട്. ഇപ്പോൾ ടു സസ്പെൻസ് അക്കൗണ്ട് 7000. അപ്പോൾ മൂന്നാമത്തെ ജേർണൽ എൻട്രി ചെയ്തോ, നരേഷ് അക്കൗണ്ട് ഡെറ്റർ 3000, രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 4000, ടു സസ്പെൻസ് അക്കൗണ്ട് 7000. നരേഷ് അക്കൗണ്ട് ഡെറ്റർ 3000, രാകേഷ് അക്കൗണ്ട് ഡെറ്റർ 4000, ടു സസ്പെൻസ് അക്കൗണ്ട് 7000. നരേഷിന് ചെയ്തോ, ഗുഡ്സ് റിട്ടേൺ ടു രാകേഷ് റോങ്ലി ക്രെഡിറ്റഡ് ടു നരേഷ് റെക്ടിഫൈഡ്. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ നമ്മൾ ഞാനൊരു ഒന്നുകൂടി നോക്കാം, നരേഷ് അക്കൗണ്ട് ഡെറ്റർ, രാകേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ഏത് പോസ്റ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതൊക്കെയാണ്, നരേഷ് അക്കൗണ്ടും രാകേഷ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നരേഷ് അക്കൗണ്ട് 3000, രാകേഷ് അക്കൗണ്ട് 4000. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മഹേഷ് ₹1000 were posted to the debit of Manish as ₹2000. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മഹേഷ്. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മഹേഷ് നമ്മൾ സെയിൽസ് റിട്ടേൺസ് ആണ് അല്ലേ. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആകുമ്പോൾ ജേർണൽ എൻട്രി വരുന്നത് എന്താണ്, സെയിൽസ് റിട്ടേൺസ് ആകുമ്പോൾ ജേർണൽ എൻട്രി. അപ്പോൾ നാളെ നമ്മൾ സെയിൽസ് ആകുന്നത് എന്താ പറയുക, മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലേ. സെയിൽസ് റിട്ടേൺസ് ആകുമ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് അക്കൗണ്ട് അല്ലേ. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് അക്കൗണ്ട്. അപ്പോൾ മഹേഷ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം, മഹേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. മഹേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ₹1000 പോസ്റ്റ് ചെയ്യണം. അതിന് പകരം എവിടെ പോസ്റ്റ് ചെയ്തു, മനീഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ₹2000 പോസ്റ്റ് ചെയ്തു. മഹേഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ₹1000 പോസ്റ്റ് ചെയ്തതിന് പകരം മനീഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ₹2000 പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം മനീഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് 2000 ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ അധികം വന്നു, ഡെബിറ്റ് സൈഡിൽ അധികം വന്നാൽ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ മനീഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം മനീഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു 2000. ഇനി ശരിക്കും ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ശരിക്കും ആരുടെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് റിട്ടേൺസ് ആകുമ്പോൾ ജേർണൽ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ മഹേഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ₹1000 ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. മഹേഷ് അക്കൗണ്ട് 1000. ഇപ്പോൾ രണ്ട് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിനാണ് ഈ എറർ ബാധിക്കുന്നത്.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഏതൊക്കെ ഡെബിറ്റ് ചെയ്യും? ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഗുഡ്. സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ജേർണൽ നാലാമത്തെ ജേർണൽ എഴുതാം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് അക്കൗണ്ട് ടു മനീഷ് അക്കൗണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. ജേർണൽ നാലാമത്തെ ജേർണൽ. അപ്പോൾ ഫോർത്ത് ജേർണൽ വരുന്നത് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു മനീഷ് അക്കൗണ്ട് 2000 ടു മഹേഷ് അക്കൗണ്ട് 1000. അപ്പോൾ നരേഷൻ ചെയ്തോ. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മഹേഷ് wrongly debited to മനീഷ് അക്കൗണ്ട് rectified. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ജേർണൽ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മനീഷ് അക്കൗണ്ട് ടു മഹേഷ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ചെയ്ത് നമ്മൾ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യും? ഡെബിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഓക്കെ, ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഒന്ന് മനീഷ് അക്കൗണ്ട് എമൗണ്ട് 2000, മഹേഷ് അക്കൗണ്ട് എമൗണ്ട് 1000. ലാസ്റ്റ് വൺ ക്യാഷ് സെയിൽസ് ₹2000 were posted to commission account as ₹200. അപ്പോൾ ക്യാഷ് സെയിൽസ് നമ്മൾ എന്താ ജേർണൽ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഏത് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു? കമ്മീഷൻ അക്കൗണ്ട്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ഏത് സൈഡാണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഡെബിറ്റാണോ ക്രെഡിറ്റാണോ പറഞ്ഞോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്മീഷൻ എന്ന് സാധാരണ ഇൻകം ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയാറുണ്ട് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കമ്മീഷനുള്ളത് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ₹200 അധികമാണ്. കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ₹200 അധികമാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? കമ്മീഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റോ ക്രെഡിറ്റോ? ഡെബിറ്റ് ചെയ്യും അല്ലെ. കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 200. ഇനി ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ശരിക്ക് ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം? സെയിൽസ് അക്കൗണ്ട് അല്ലെ. ജേർണൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ടു സെയിൽസ് അക്കൗണ്ട് 2000. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 200 ടു സെയിൽസ് അക്കൗണ്ട് 2000. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ₹1500 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യണം? ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ എടുക്കും? സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 1800. ഇപ്പോൾ ജേർണലിൽ വരുന്നത് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 200, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 1800 ടു സെയിൽസ് അക്കൗണ്ട് 2000. എന്നാൽ അഞ്ചാമത്തെ ജേർണൽ എഴുതാം. അഞ്ചാമത്തെ ജേർണൽ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 200, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 1800 ടു സെയിൽസ് അക്കൗണ്ട് 2000. അപ്പം നരേഷൻ ചെയ്തോ. ക്യാഷ് സെയിൽസ് wrongly posted to commission rectified. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അതിനാണ് നമ്മൾ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിൽ. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ ഏതോ? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് എഴുതും. എമൗണ്ട് എത്ര എഴുതോ? എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ട് നിൽക്കുക 1800. ഇത്രയാണ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്. ആ ഡെബിറ്റ് ചെയ്ത എമൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എമൗണ്ട് 1800 എഴുതുക. എമൗണ്ട് കൊടുത്തു. രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. സാധാരണ നേരത്തെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കുക. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് നോക്കാം 9000, 10000, 19000, 19, 23, 23,800 അല്ലേ ടോട്ടൽ. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 23,800 വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ 9000. ഇപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ തന്നെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലായിട്ട് എടുക്കുന്നു 23,800. ഇതിനകത്ത് എന്ത് ചെയ്യണം? 23,800 9000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 14,800 അപ്പോൾ ഈ 14,800 രൂപയാണ് എന്ത് വരുന്നത്? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇതിനകത്ത് ഈ എമൗണ്ട് നമ്മൾ എഴുതുന്നത് ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഏത് സൈഡിലാണ് കുറവ് വരുന്നത്?
Credit side. ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്തല്ലോ. അപ്പോൾ ട്രയൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എത്ര വരും? ക്രെഡിറ്റ് സൈഡിൽ 14,800 രൂപ ഡിഫറൻസ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? 14,800 ഇടും. അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഇടും. ട്രയൽ ബാലൻസ് വരയ്ക്കുമ്പോൾ എല്ലാ ഐറ്റംസ് എഴുതി കഴിഞ്ഞാൽ മതിയോ? നമ്മൾ ടോട്ടൽ ചെയ്യും. രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും തമ്മിൽ 14,800 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ 14,800 രൂപ അധികമായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ 14,800 രൂപ കുറവായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 14,800 രൂപ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിന് ക്രെഡിറ്റ് സൈഡിൽ 14,800 ഇടും. ആ ഡിഫറൻസിൻ്റെ എമൗണ്ട് അവിടെ ഇടും. അതിന് നേർക്ക് സസ്പെൻസ് അക്കൗണ്ട് എഴുതിയിട്ട് അത് എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ടാലി ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സസ്പെൻസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി ചില പ്രോബ്ലത്തിനകത്ത് എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ വരാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ വരികയാണ് ഡിഫറൻസ് വരുന്ന എമൗണ്ട് എവിടെ ഇടണം? ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് വരാം. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇടും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് നോക്കി അവിടെ എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലൂടെ വൺ സൈഡ് എറേഴ്സ്, ഒരു അക്കൗണ്ടിനെ മാത്രം അല്ലെങ്കിൽ ഒരു സൈഡിനെ മാത്രം, ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ അല്ലെങ്കിൽ ഒരു സൈഡിനെ മാത്രം ബാധിക്കുന്ന എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.